സ്വാഗതം. വെരി ഗുഡ് മോർണിംഗ്. ഹാവ് എ നൈസ് ഡേ. ഇന്നത്തെ ഡിവൈൻ മെസ്സേജിൽ ഇന്ന് വിഷു പ്രമാണിച്ചിട്ട് വിഷുവിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒരു ജനറൽ റീഡിങ്, എങ്ങനെ നമ്മൾക്ക് വിഷുവിലൂടെ നമ്മൾക്കുണ്ടാവുന്ന പൊതുഫലങ്ങൾ എന്താണെന്ന് നോക്കാം. ഒരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. അപ്പോൾ തൊഴിലിൽ ഉണ്ടാവുന്ന ഒരു പുരോഗതി, അതായത് ഇവിടെ ഒരു ക്യൂൻ ഓഫ് സോർട്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിസിനസ് ലേഡിയാണ്, ബിസിനസ് സെൻസുള്ള ലേഡി. അവർ മറ്റുള്ളവർക്ക് വർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. അവർക്ക് ഗ്രേറ്റ് ഐഡിയാസ് ഉണ്ട്. അവരവരുടെ കരിയറിൽ സക്സസ്ഫുള്ളാണ്, ഹാർഡ് വർക്കിംഗ് ആണ്, ഡെഡിക്കേറ്റഡ് ആണ്. ഇൻ്റലക്ച്വലായിട്ട് മാത്രമേ അവർ തീരുമാനങ്ങൾ എടുക്കുള്ളൂ. ഇമോഷണലി അവരൊരു തീരുമാനം എടുക്കില്ല. ഇൻ്റലക്ച്വലായിട്ട് വളരെ ബുദ്ധിമതിയാണ്, വിവേകശാലിയാണ്. അപ്പോൾ കരിയറിൽ ഒരു ഉയർന്ന പദവിയിലിരുന്ന് ഒരു ക്യൂവിൻ്റെ എനർജിയിൽ നിന്നിട്ട് മറ്റുള്ളവർക്ക് വർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് കരിയറിൽ പുരോഗതി ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ കാർഡ് പറയണത് 9 ഓഫ് സോർട്സ് ആണ്. അതായത് അനാവശ്യമായിട്ടുള്ള ഭീതികൾ, അനാവശ്യമായിട്ടുള്ള ടെൻഷൻ, ഭീതി, ദുഃഖം. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ പാസ്റ്റിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. കാരണം ഇത് നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്നോളം കാലം നമുക്ക് പുതിയ കാര്യങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ വക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആങ്സൈറ്റിയും ഫിയറൊക്കെ നമ്മളിൽ നിന്ന് പോയേ പറ്റും. അതുകൊണ്ട് ഇവിടെ ഇപ്പോൾ ഈ വാളുകളൊന്നും അയാളെ ടച്ച് ചെയ്യണില്ല. അപ്പോൾ ഒരു പക്ഷേ അയാളുടെ മനസ്സിൻ്റെ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ദുഃഖങ്ങളാവാം. അപ്പോൾ അതിനെ അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ മെസ്സേജ് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ എന്താണ്? 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് പറഞ്ഞാൽ നൊസ്റ്റാൾജിയാണ്. അതായത് പഴയ കാലം, ചൈൽഡ്ഹുഡ്, ആ പഴയ കാലത്തെ ആ ഒരു കുട്ടിക്കാലത്തിൻ്റെ ഓർമ്മകളും പഴയ കാലത്തുള്ള ഫ്രണ്ട്ഷിപ്പ്. അപ്പോൾ പഴയ കാലത്തുള്ള ഏതെങ്കിലും ഒരു ഫ്രണ്ടായിട്ട് വീണ്ടും കൂടിച്ചേരാനും, അല്ലെങ്കിൽ പഴയ കാലത്തെ ആൾക്കാരിൽ നിന്നുള്ള സന്ദേശങ്ങളോ, അല്ലെങ്കിൽ വീണ്ടും ആ പഴയ സ്ഥലങ്ങളെ സന്ദർശിക്കാനോ, അല്ലെങ്കിൽ പഴയ കാലത്തെ വല്ല പ്രണയബന്ധം പുതുക്കുക, പഴയ ആൾക്കാരായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുക, അല്ലെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുക. അതായത് നൊസ്റ്റാൾജിയാണ് ഇവിടെ പറയുന്നത്. പഴയകാല സന്തോഷകരമായ ഓർമ്മകൾ, പഴയ കാലത്തെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കൂട്ടായ്മ വീണ്ടും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ സന്ദേശം, വീണ്ടും ഒരു ഗെറ്റ് ടുഗദർ, പഴയ കാലത്തെ സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെയുള്ള ഒരു കാർഡാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ പഴയ കാലത്തെ ആൾക്കാരിൽ നിന്ന് ഒരു സഹായം ലഭിക്കുക. ഇവിടെ ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിക്ക് സഹായം കൊടുക്കുന്നതാണ്. അപ്പോൾ പഴയ കാലത്തെ ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരു സഹായം ലഭിക്കുക എന്നുള്ള ഒരു അർത്ഥം കൂടി ഇവിടെയുണ്ട്. അപ്പോൾ ഇതാണ് വിഷുവിനെ സംബന്ധിച്ചുള്ള ഒരു ജനറലായിട്ടുള്ള കാര്യങ്ങൾ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ഇത് റെസനേറ്റ് ചെയ്യണവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.